Hello, welcome to Market Discussion of the Day. Today, April 13, 2026, മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ പുതിയൊരു വീക്കിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് എല്ലാ ദിവസവും രാത്രി 7:30 മണിക്ക് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 7 ദിവസത്തെ ക്ലാസ്സസ് ആയിരിക്കും നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ബിഗിനർ ലെവലിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ. സോ ഒരു ബേസിക്സ് പഠിക്കണം, ഒരു ബിഗിനർ ലെവലിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ഓൾറെഡി കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല ആൾക്കാർക്കും കുറച്ച് ഡിലേ ആയിട്ടാണ് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയത്. അത് എനിക്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ വാട്സാപ്പിന് ചെറിയൊരു പ്രശ്നം പറ്റിയതുകൊണ്ടിട്ടാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി മെസ്സേജ് അയച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. കാരണം പല മെസ്സേജസും എനിക്ക് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോയി എന്നുള്ളൊരു, എനിക്കറിയില്ല, വാട്സാപ്പിൽ എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം പറ്റിയതാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്ന് നമ്മൾ ഭയങ്കര വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് കണ്ടത് അല്ലേ. സോ ഓൾറെഡി നമുക്കറിയാം മാർക്കറ്റ് ഇന്നലെ വെള്ളിയാഴ്ച 4749 മാർക്കറ്റ് അവസാനിച്ചത്. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് എവിടെയാണ്? 4660 മെറ്റാ ട്രേഡർ ഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് 4630 മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. സോ ബേസിക്കലി അത് ഭയങ്കര വലിയൊരു എന്താ പറയുക ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഓൾറെഡി ബൈ പൊസിഷൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റായിട്ടുണ്ടാവത്തില്ല. സോ ഇതാണ് ഞാൻ ആക്ച്വലി വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞത്, ഒരു പൊസിഷൻസ് പോലും നമ്മൾ വീക്കെൻഡിലോട്ട് വെക്കരുത് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞത് ഇതുകൊണ്ടിട്ടാണ്. ഓക്കെ, കാരണം എന്താണ് ഇതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ US-ഉം ഇറാനും തമ്മിലുള്ള ആ ഒരു പീസ് ഡീലിൻ്റെ മീറ്റിംഗ് ഇസ്ലാമാബാദ് പാകിസ്ഥാനിൽ നടക്കുന്നുണ്ടായിരുന്നു അല്ലേ. സോ അതിനുള്ള റിസൾട്ടാണ് ആക്ച്വലി ഈ ഒരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ രീതിയിൽ മാർക്കറ്റ് വന്നത്. നിങ്ങൾ ഇപ്പം GBP USD എടുത്താലും യൂറോ USD എടുത്താലും USD JPY എടുത്താലും എല്ലാത്തിലും ഈ ഒരു ഗ്യാപ്പ് ഡൗൺ കാണാനായിട്ട് പറ്റും. USD JPY ഒരു ഗ്യാപ്പ് അപ്പും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, സോ ബേസിക്കലി നമ്മളുടെ ഈ പറയുന്ന പീ സ്റ്റോക്കിനകത്ത് നടന്നിട്ടുള്ള കാര്യത്തിനെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു വരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ US വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാനിയൻ പാർലമെൻറ്റ് സ്പീക്കർ മുഹമ്മദ് ബാഗറും തമ്മിലായിരുന്നു മീറ്റിംഗ്. ഓൾമോസ്റ്റ് ഇതിനെ ഒരു മാരത്തോൺ നെഗോഷിയേഷനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 21 മണിക്കൂറാണ് മീറ്റിംഗ് നടന്നത്. ഓക്കെ, സോ 21 മണിക്കൂർ നടന്നിട്ട് ഒരു പ്രത്യേകിച്ച് വലിയൊരു ഗുണമൊന്നുമില്ലാത്ത രീതിയിൽ ഈ ഒരു ഡിസ്കഷൻ എൻഡായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ, സോ ഒരു ഡിഫൈൻ ലോങ് ടേം ഡീലിലോട്ട് ഇതുവരെ മാർക്കറ്റ് അല്ലെങ്കിൽ അവർ തമ്മിൽ നടന്നിട്ടില്ല. ഉറപ്പായിട്ടും ഒരു ഫ്രജൈൽ 2 വീക്സ് സീസ് ഫയർ ഓൾറെഡി അത് ആപ്ലിക്കബിൾ ഓൾറെഡി നടന്നിട്ടുണ്ട് അല്ലേ. സോ ബേസിക്കലി റിപ്പോർട്ടുകൾ പ്രകാരം US ഓഫീഷ്യൽസ് വലിയ രീതിയിൽ അവർക്കൊരു ഒരു ഡിസഗ്രിമെൻറ്റിലാണ് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. സോ ഇതിൻ്റെ മാർക്കറ്റിന് ഇമ്പാക്റ്റ് ഇത് കാരണം നമ്മളുടെ ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഗോൾഡിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അല്ലേ. സോ ഉറപ്പായിട്ടും ഇവിടെ ഒരു സീസ് ഫയർ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ഒരു പാനിക് ഒരു 4630 പോയി സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഒരു ടെമ്പററി സീസ് ഫയർ ആണെങ്കിൽ പോലും അവിടുന്ന് തിരിച്ച് കയറുന്നത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, സോ ബേസിക്കലി ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് നമ്മുടെ പ്രസിഡന്റ് ട്രംപ് കൺഫേം ചെയ്തിട്ടുണ്ട്. US മിലിറ്ററി ഈസ് പ്രിപ്പയറിംഗ് ടു റിമൂവ് മൈൻസ്. അവിടെ മൈൻസ് ഉണ്ട്. സോ അതെല്ലാം റിമൂവ് ചെയ്ത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൻ്റെ ബ്ലോക്കേഡ് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കാര്യം നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ലെബണനിൽ ഇസ്രായേൽ സ്ട്രൈക്സ് നടക്കുന്നുണ്ട് എഗെയിൻസ്റ്റ് ഹിസ്ബുള്ള ഇൻ സദേൺ ലെബനൻ. സോ അത് നടക്കുന്നുണ്ട്. അത് ഒരു ഭയങ്കരമായൊരു ഫ്രിക്ഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു സീസ് ഫയർ നെഗോസിയേഷൻസിനകത്ത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ എനർജി ബ്ലോ ബാക്ക്, അതായത് നമ്മുടെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ $100 കൂടുതലായി ഇപ്പോൾ ബാരലിന്. ഒരു ഭയങ്കരമായൊരു 95 അവസാനിച്ച ക്രൂഡ് ഓയിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് 102, 104 ഇപ്പോൾ 104.46 ക്രൂഡ് ഓയിൽ നിൽക്കുന്നു. ഓക്കെ, സോ അത് ബേസിക്കലി നമ്മളുടെ
ഇൻഫ്ലേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ഫെഡിന് നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ കട്ട് ചെയ്യാനായിട്ട് പോസിബിലിറ്റി കുറയുകയും അങ്ങനെ US ഡോളർ സ്ട്രെങ്തൻ ആവുകയും ഗോൾഡ് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുന്നു. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഇതായിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇന്നത്തെ നമുക്ക് നമ്മളുടെ ടെക്നിക്കൽ ലെവൽസിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പോവാം. ഓക്കെ, സോ ഇന്നത്തെ ടെക്നിക്കൽ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഇന്ന് ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഉണ്ടായേണ്ട ഒരു ഹൈ റിസ്ക് ഡേ ആണ്. സോ മാർക്കറ്റിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ നമ്മുടെ ഏഷ്യൻ സെഷനകത്തൊന്നും ഒരു ട്രേഡ് പോലും എടുത്തിട്ടില്ല. ബേസിക്കലി റേഞ്ച് അറിയാൻ തന്നെയാണ് ഞാനത് എടുക്കാതിരുന്നിട്ടുള്ളത്. ഓക്കെ, സോ എപ്പോഴും ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഉണ്ടായാൽ ഉറപ്പായിട്ടും മാർക്കറ്റിന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഇപ്പം 4650 ടു ഇപ്പം മാർക്കറ്റ് ഉള്ളത് 4632 വരെയൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടോ. സോ ഇനി ഒരു $20 ഈ ഗ്യാപ്പും കൂടെ ഫില്ല് ആവണം എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം മാത്രം ആക്ച്വലി നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ഫില്ലാവുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ബൈ ഒന്നും ചെയ്ത് കളയല്ലേ. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ കറണ്ട് റേഞ്ച് നമ്മൾ ഗോൾഡിൽ പറയുകയാണെങ്കിൽ നമുക്ക് 4630 ടു 4760 വരെയാണ് ആക്ച്വലി ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ US സെഷൻ വരെയൊക്കെ ചിലപ്പോൾ 4730 അവിടെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ബേസിക്കലി നമ്മളുടെ ട്രെൻഡ് ബെയറിഷ് തന്നെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നമുക്കൊരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പറയുന്ന പർട്ടിക്കുലർ എന്താ പറയുക, ഈ ഗ്യാപ്പ് ഡൗൺ ഉണ്ടല്ലോ, ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് ആക്ച്വലി ഫില്ലായി 4745 4750 അവിടെ നമുക്ക് കിട്ടിയാൽ അവിടെ നമുക്കൊരു സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ 4745 4750 അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെയാണ് ഒരു ബെയറിഷ് എന്താ പറയുക ഇത് വരികയും അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അവിടുന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത്. ഓക്കെ, സോ നേരെ മറിച്ച് നമുക്ക് പ്രൈസ് 4680 താഴെയായിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്താൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട 4630 മാർക്കറ്റ് പോകാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യവും കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ ഇന്ന് ഞാൻ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയില്ല, ബൈ സെൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നില്ല. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് വലിയൊരു ഗ്യാപ്പ് ഡൗണും കാര്യങ്ങളൊക്കെ നടന്നതായതുകൊണ്ടിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയാത്തത്. ഞാൻ നിങ്ങൾക്ക് മെസ്സേജായിട്ട് അയച്ചു തരാം വേണം എന്നുള്ള ആൾക്കാർക്ക്. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്. കാരണം ഞാൻ ഇന്നത്തെ ദിവസം മിക്കവാറും എൻ്റെ ഭാഗത്ത് നിന്ന് ട്രേഡ്സ് ചിലപ്പോഴേ ഞാൻ എടുക്കത്തുള്ളൂ, പ്രോപ്പറായിട്ടുള്ള പക്ക ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ മാത്രം. കാരണം ഒരു ഹൈ റിസ്ക് ഡേ ആണ് ആക്ച്വലി. ഇത്രയും വലിയൊരു മീറ്റിംഗ് നടന്നതിൻ്റെ പിറ്റേ ദിവസം, അതും തിങ്കളാഴ്ച ഹൈ റിസ്ക് ഡേ ആയതുകൊണ്ട് ഞാൻ മിക്കവാറും ഇന്ന് ട്രേഡ്സ് ഒഴിവാക്കും. പക്ഷേ ഉറപ്പായിട്ടും എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി 100% ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാനത് ചെയ്യുകയും ചെയ്യും. ഓക്കെ, കൂടുതലും ഞാൻ കറൻസീസ് ഫോക്കസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ബേസിക്കലി അത് മാത്രമല്ല, ഗോൾഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ 4765 മുകളിലായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ ദാറ്റ് മാർക്കറ്റ് വിൽ ബി ഗോയിങ് ടുവേർഡ്സ് 4810 4830. ഓക്കെ, സോ ഈ മൂന്നെണ്ണമാണ് എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പറയാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് GBP USD എടുക്കാം. GBP USD ആക്ച്വലി നമ്മളുടെ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 1.34062 ഓക്കെ, ഡെയിലി റേഞ്ച് നോക്കുകയാണെങ്കിൽ 1.3360 ടു 1.3450 ആണ് ഇന്നത്തെ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയാൽ, ഒരു പുൾ ബാക്ക് ഓപ്പർച്യൂണിറ്റി നമുക്ക് 1.3435 റേഞ്ച് 1.3440 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ, അതായത് ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ, അല്ലെങ്കിൽ 1.3450 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് മാർക്കറ്റ് കിട്ടിയാൽ അവിടുന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബെയറിഷ് അവിടുന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് മാർക്കറ്റിൽ കൂടുതലുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ബ്രേക്ക് ഡൗൺ 1.3390 താഴെയായിട്ടൊരു ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും അവിടെ ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്യുന്നതും കണ്ടാൽ അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, അതേപോലെ 1.3460 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് അവിടെ 1 hour ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സസ്റ്റെയിൻ ചെയ്താൽ അവിടെ നമുക്ക് ബൈ ചെയ്തുകൊണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യാം.
ഓക്കെ. സോ നേരെ നമ്മൾ യൂറോ USD വരാം. യൂറോ USD നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 1.1688 നിൽക്കുന്ന മാർക്കറ്റ്. സോ ഇന്നത്തെ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.1640 to 1.1730 ആണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ ബേസിക്കലി നമുക്കൊരു 1.1710 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. അതേപോലെ തന്നെ എന്താ പറയുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എനിക്ക് ആക്ച്വലി യൂറോയിൽ നിന്ന് പറയാനായിട്ടുള്ളത്. വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എനിക്കെടുത്ത് പറയാനായിട്ടില്ല. ഓക്കെ. സോ നമുക്ക് നേരെ USD JPY വരാം. USD JPY നമ്മൾ വരുമ്പോൾ 159.68 ബുള്ളിഷാണ് മാർക്കറ്റ്. ഇന്നത്തെ റേഞ്ച് 158.80 to 160.2 ഓക്കെ. സോ ബേസിക്കലി നമുക്കൊരു ഫുൾ ബാക്ക് കിട്ടി 159 അടുത്തൊക്കെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 158.40 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എന്താ പറയുക, മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്. ഇന്ന് കൂടുതലും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പേഴ്സണലി ഞാൻ എന്തായാലും കറൻസീസിലായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഗോൾഡ് ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. കാരണം ഭയങ്കര വോളറ്റാലിറ്റിയാണ്. നമ്മൾ വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട എന്നതുകൊണ്ടിട്ട് ഞാൻ ഗോൾഡിൽ കുറച്ച് മാറി നിന്ന് ഞാൻ കറൻസീസിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ബ്രോക്കേഴ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ യൂസ് ചെയ്യുന്ന നല്ലൊരു ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞ ബ്രോക്കറാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ അതിൻ്റെ റെഗുലേഷൻസ് ഒക്കെ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മെയിനായിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസ് UAE ബേസ് ചെയ്തിട്ടുള്ള, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടൊക്കെയുള്ള റെഗുലേഷൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൊമോഷൻസ്. കമ്പനി നമ്മുടെ UAE ടീമിനെയൊക്കെ ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്, NBA സ്പോൺസർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് ആദ്യത്തെ ഡെപ്പോസിറ്റിന് 50%, ബാക്കിയുള്ള ഡെപ്പോസിറ്റ് നമുക്ക് 20% ബോണസ് നമുക്ക് കമ്പനി തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ ഡെപ്പോസിറ്റിന് 100% ബോണസും തരുന്നുണ്ട്. സോ ഈ ഒരു എന്താ പറയുക, സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യും. നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ UAE ക്ലയൻസ് ആണെങ്കിൽ ആ UAE ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ചെയ്യുക. ആപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക, ലിങ്ക് ത്രൂ തന്നെ ചെയ്ത് പോകാനും ശ്രമിക്കുക. ഓക്കെ. സോ അതിനുശേഷം എന്നെ ഡയറക്റ്റ്ലി വിളിച്ച് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി മെൻറ്റർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യാനും പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.